ഇപ്പോൾ ആധുനിക കാലമാണ്. ആധുനിക കാലത്തിൻ്റെ ഭാഗമായുള്ള പല വെല്ലുവിളികളും ഉയരുന്ന ഘട്ടമാണ്. ഏത് വെല്ലുവിളിയെയും ഏറ്റെടുക്കാൻ കഴിവുള്ള ഒരു സേനയായി കേരള പോലീസ് മാറിയിരിക്കുന്നു എന്നതാണ് കാണാൻ നമുക്ക് കഴിയുക. കുറ്റാന്വേഷണത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ മികവ് തെളിയിച്ച ഒട്ടേറെ ഇടപെടലുകളാണ് ഈ കാലയളവിൽ ഉണ്ടായിട്ടുള്ളത്. കുറ്റം ചെയ്തവർ ഒരിക്കലും തെളിയിക്കപ്പെടില്ല, പിടികൂടപ്പെടില്ല എന്ന് ഉറപ്പായി കരുതിയിരുന്ന കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്ന കേരള പോലീസിനെ നോക്കി ആശ്ചര്യപ്പെടുന്നവരുണ്ട്. ഇവിടെ കുറ്റകൃത്യങ്ങൾ ചെയ്ത് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ചിലപ്പോൾ രാജ്യത്തിന് പുറത്തും പോയി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളെ പിടികൂടാൻ കേരള പോലീസിന് കഴിഞ്ഞതും നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ്. ഇന്നത്തെ കാലത്ത് ലഹരി വ്യാപനം വലിയ തോതിൽ ഒരു വിപത്തായി വരുന്നു. മയക്കുമരുന്ന് റാക്കറ്റുകളെ ഇല്ലായ്മ ചെയ്യാൻ ഡി-ഹണ്ട് പോലുള്ള പ്രത്യേകമായ ഇടപെടലുകൾ പോലീസിന് നടത്താൻ കഴിയുന്നു. ലഹരിമുക്ത കേരളം എന്ന ലക്ഷ്യത്തോടെയാണ് നാം നീങ്ങുന്നത്. വരുന്ന ജൂൺ മാസം മുതൽ അതിവിപുലമായ ക്യാമ്പയിനിലേക്ക് നാം കടക്കുകയാണ്. ഇക്കാര്യത്തിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുടെയും പങ്കാളിത്തത്തോടെയുള്ള വിശദമായ ഒരു കർമ്മ പദ്ധതിയാണ് നാം ആവിഷ്കരിച്ചിട്ടുള്ളത്. പോലീസിനതിൽ മികവുറ്റ ഒട്ടേറെ സംഭാവനകൾ നൽകാൻ കഴിയുന്നതാണ്. ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ പലയിടങ്ങളിലും ഇടപെടാനായിട്ടുണ്ട് എന്നതും വസ്തുതയാണ്. നമ്മുടെ പോലീസ് സ്റ്റേഷനുകൾ സ്ത്രീ സൗഹൃദമാവുക, ശിശു സൗഹൃദമാവുക, ആ തരത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരായി വനിതകൾ പലയിടത്തും വരുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റേഷനിൽ വരുന്നവർക്ക്, പരാതിയുമായി വരുന്നവർക്ക് നീതി ലഭിക്കും എന്ന ഉറച്ച വിശ്വാസം പൊതുസമൂഹത്തിലാകെ ഉണ്ടായിട്ടുണ്ട്. കേരള പോലീസിൻ്റെ ഏറ്റവും വലിയ ജനകീയ മുഖം ഏത് പ്രതിസന്ധിയിലും ആശ്രയിക്കാൻ കഴിയുന്ന ജനകീയ സംവിധാനം എന്ന നിലയിലേക്ക് കേരള പോലീസ് മാറി എന്നതാണ്. അത് നൂറ്റാണ്ടിലെ മഹാപ്രളയമുണ്ടായപ്പോഴും കോവിഡ് മഹാമാരിയുടെ ഘട്ടത്തിലും ചൂരൽമല മുണ്ടക്കൈ ദുരന്ത സ്ഥലത്തും എല്ലാം വലിയ തോതിലുള്ള ജനകീയ ഇടപെടലുകളാണ് പോലീസിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അപ്പോൾ കേരളത്തിലെ ജനങ്ങളുമായി കൈകോർത്ത് പ്രവർത്തിക്കുന്ന അവസ്ഥ ക്രമസമാധാന നിലയിലും വൻപിച്ച ആരോഗ്യകരമായ മാറ്റത്തിന് ഇടവരുത്തി എന്ന് തന്നെ കാണേണ്ടതായിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി പോലീസുകാർക്ക് മികച്ച തൊഴിലിടങ്ങൾ സൃഷ്ടിക്കുന്നതിന് പ്രത്യേക ശ്രദ്ധ തന്നെ ചെലുത്തിയിട്ടുണ്ട്. നമ്മുടെ വിഭവശേഷിയിലുള്ള കുറവ് എല്ലാവർക്കും അറിവുള്ളതാണെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ഉള്ള വിഭവശേഷി വെച്ച് നല്ല രീതിയിൽ തന്നെ
ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ നമുക്ക് കഴിയുക. സാങ്കേതിക വിദ്യയിലും അടിസ്ഥാന സൗകര്യങ്ങളിലും നമ്മുടെ പോലീസ് സ്റ്റേഷനുകൾ വലിയ മികവാണ് നേടിയിട്ടുള്ളത്. സ്റ്റേഷനിലെത്തുന്നവർക്ക് അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തും വിധം തന്നെയാണ് പുതിയ പോലീസ് സ്റ്റേഷനുകൾ രൂപകൽപ്പന ചെയ്യുന്നത്. ഇന്നത്തെ കാലം വിവരസാങ്കേതിക വിദ്യയുടെ വ്യാപനത്തിൻ്റെ കാലമാണ്. അതിൻ്റെ ഭാഗമായി തന്നെ കുറ്റകൃത്യങ്ങൾക്കും രൂപമാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അവയെ നേരിടണമെങ്കിൽ പഴയ പോലീസ് രീതി കൊണ്ട് കഴിയില്ല. അപ്പോൾ പോലീസ് അതിൻ്റെ ഭാഗമായി നവീകരിക്കപ്പെടേണ്ടതുണ്ട്. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും കുറ്റവാളികളെ അതിവേഗം കണ്ടെത്തുന്നതിനുമായി പോലീസ് സേനയിൽ സൈബർ ഡിവിഷൻ ഫലപ്രദമായി പ്രവർത്തിക്കുകയാണ്. അത് കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി എറണാകുളത്തും കോഴിക്കോട്ടും ഓരോ സൈബർ ഡോമും ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ഡ്രോണുകൾ അത് സൃഷ്ടിച്ചേക്കാവുന്ന സുരക്ഷാ ഭീഷണിയുണ്ട്. അതിനെ മറികടക്കുന്നതിനും അവയെ കണ്ടെത്തി തകർക്കുന്നതിനും ഡ്രോൺ ഫോറൻസിക് ലാബ് വികസിപ്പിച്ച നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ സേന കേരള പോലീസാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രചാരം ഏറി വരുന്നൊരു ഘട്ടമാണിത്. ഇവിടെ ഡീപ്പ് ഫേക്ക് കുറ്റകൃത്യങ്ങളിലടക്കം മാതൃകാപരമായ അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. പോലീസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായതും നിലവിൽ ലഭ്യമായതുമായ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയുടെ ഉപയോഗം, പുതിയ സങ്കേതങ്ങളുടെ വികാസം, ഇതെല്ലാം സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്.